അപ്പോൾ എല്ലാവർക്കും പതിവുപോലെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് LG W31plus എന്ന് പറഞ്ഞ ഫോണിൻ്റെ റിവ്യൂ ആണ്. ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലായിക്കോട്ടെ കുറച്ചധികം പേര് എന്നോട് ഈ ഫോണിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. LG ഇപ്പം മൊബൈലിൻ്റെ മാനുഫാക്ചറിങ് നിർത്തിയതുകൊണ്ട് തന്നെ ഈ ഫോൺ വാങ്ങിയാൽ എങ്ങനെയുണ്ടെന്ന് എന്നോട് ഇഷ്ടംപോലെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറൊരു കമ്പനി ഇത്രയും സ്പെസിഫിക്കേഷനുള്ള ഫോൺ തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ കുറച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഈ ഫോൺ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ചയായി. അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. ബോക്സിൽ നമുക്ക് മൊബൈൽ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ചാർജർ കിട്ടുന്നുണ്ട്. ചാർജർ ആണെന്നുണ്ടെങ്കിൽ 10 വാട്ട്സിൻ്റെ നോർമൽ ചാർജറാണ്. നമുക്ക് 4000 mAh ആണ് ബാറ്ററി വരുന്നത്. ചാർജിങ് ടൈം വരുന്നത് 2.5 മണിക്കൂറാണ്. ചാർജിങ്ങിനും ഡാറ്റ സിങ്കിനുമായിട്ട് വരുന്നത് സാധാരണ USB കേബിളാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബാക്ക് കവറും വരുന്നുണ്ട്. ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് പൂർണ്ണമായിട്ട് വരുന്ന പ്ലാസ്റ്റിക്കിലാണ്. നല്ല ഗ്ലോസി ഫിനിഷാണ്. കാണാനൊക്കെ നല്ല സ്റ്റൈലിഷ് ലുക്കുണ്ട്. പക്ഷേ ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നല്ല ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്. ഫോണിൻ്റെ കൂടെ കിട്ടുന്ന കവർ നമ്മൾ യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഫോൺ കാണാൻ പെട്ടെന്ന് വൃത്തികേടാവും. ബാക്ക് സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. ബാക്കിൽ നമുക്ക് 3 ക്യാമറ വരുന്നുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ്. HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ അല്ല. 720 പിക്സലാണ് റെസൊല്യൂഷൻ വരുന്നത്. വ്യൂയിങ് ആംഗിൾസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ചാർജിങ്ങിനായിട്ട് USB പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. ഈ ഫോണിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഗൂഗിൾ അസിസ്റ്റൻസിന് വേണ്ടി ഒരു പ്രത്യേക ബട്ടൺ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റും. അത് വളരെ ഹാൻഡി ആയിട്ടുള്ള ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. വേറൊന്നുമല്ല, യാതൊരുവിധ സ്കിന്നും ഇല്ലാത്ത സ്റ്റോക്കായിട്ടുള്ള ആൻഡ്രോയിഡ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ആപ്പിൽ നിന്ന് വേറെ ആപ്പിലോട്ട് പോകുന്ന സമയത്തായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ യാതൊരുവിധ ലാഗ് നമുക്ക് അനുഭവപ്പെടുകയില്ല. 4GB ആണ് റാം വരുന്നത്. അതുപോലെ തന്നെ 128GB മെമ്മറിയിൽ ഏകദേശം നമുക്ക് 105GB മേളിൽ അവൈലബിൾ ആണ് യൂസ് ചെയ്യാനായിട്ട്. ആൻഡ്രോയിഡ് വെർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 10 ഫോൺ വരുന്നത്. ആൻഡ്രോയിഡ് 11 അപ്ഡേഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഫോണിൽ കുറച്ച് ഗെയിമുകളും അതുപോലെ തന്നെ കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് മെമ്മറി നഷ്ടപ്പെടും. ഫോണിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീലിയോ P22 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോസറാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇതിനകത്ത് ഗെയിമിംഗ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. ഫ്രെയിം ഡ്രോപ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ ലാഗില്ല, ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. ഡേ ടു ഡേ യൂസേജിൽ യാതൊരു ലാഗുമില്ല. ഓൺലൈനിൽ ക്ലാസ് ആയിക്കോട്ടെ 2-3 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന വെച്ച് നമുക്ക് ഫോൺ ഹീറ്റ് ആവും, അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ 4000 mAh ബാറ്ററി വരുന്നുള്ളൂ. പക്ഷേ ബാറ്ററി ലൈഫ് അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട്. ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 MP മെയിൻ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 5 MP വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 MP വരുന്ന ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 MP സെൽഫി ക്യാമറ വരുന്നത്. ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ ആണെന്ന് പറയാം. കുറച്ച് ഫോട്ടോസൊക്കെ വാഷ് ഔട്ട് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ക്യാമറ ആണെന്ന് പറയും. ഈ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ക്യാമറ ആണെന്ന് പറയാം. കുറച്ച് കളറും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് വരുന്നത്. പോർട്രേറ്റ് ഷോട്ടുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. സൂം ചെയ്താലൊന്നും ക്വാളിറ്റി നഷ്ടപ്പെടാത്ത അത്യാവശ്യം നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടല്ലോ അത്രയ്ക്ക് നല്ല ഫോട്ടോസാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റുള്ള ഫോണുകളായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 8300 എന്ന് പറഞ്ഞ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫോൺ നമുക്ക് കണ്ണും പൂട്ടി എടുക്കാമെന്ന് ഞാൻ പറയുള്ളൂ. വേറൊന്നുമല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 4GB റാം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 128GB മെമ്മറി കിട്ടുന്നുണ്ട്. ഒരു ഫോണും ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 128GB മെമ്മറി തരുന്നില്ല. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ ബാറ്ററി ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു ദിവസം നമുക്ക് ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റുന്ന വേറെ ഫോണുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഫോണിലും ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടില്ല. ഫോൺ വാങ്ങുന്നതിന് ഓർക്കേണ്ട ഒരു കാര്യം, LG സ്മാർട്ട് ഫോൺ മാനുഫാക്ചർ ചെയ്യുന്നത് നിർത്തി. അതായത് LG മാനുഫാക്ചർ ചെയ്ത അവസാനത്തെ ഫോണുകളൊരു ഫോണാണിത്. ഈ ഫോണിൽ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫോൺ വാങ്ങുമ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വേറെ ഫോണിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.